കൊല്ലം ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിന് പിന്നാലെയാണ് യൂട്യൂബ് താരം അനുപമയെ നമ്മൾ കൂടുതലായി ശ്രദ്ധിച്ചു തുടങ്ങിയത്. കേസിലെ മുഖ്യപ്രതി പത്മകുമാറിന്റെ മകൾ, തട്ടിക്കൊണ്ടുപോകലിലെ 3-ാം പ്രതി. അതീവ ബുദ്ധിമതിയാണ് അനുപമ. ജയിലിൽ കിടന്നപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് നിയമം പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത്. അങ്ങനെ LLB പഠിക്കാൻ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. അനുപമയുടെ അപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി ഉപാധികളുടെ ജാമ്യവും അനുവദിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ അനുപമയും മാതാപിതാക്കളും ചേർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ്. അനുപമയ്ക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭയപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു കൊല്ലം 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആദ്യം സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും പഠനാവശ്യത്തിനായി ജാമ്യം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയുമായിരുന്നു. അനുപമ വിദ്യാർത്ഥിനിയാണെന്ന പരിഗണന കണക്കിലെടുത്ത് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. സാമ്പത്തിക ബാധ്യത മറികടക്കാൻ വേണ്ടി കുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോവുകയും മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തതാണ് കേസ്. പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രതികൾ. തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ഒരു ദിവസത്തിന് ശേഷം കൊല്ലം ആശ്രാമ മൈതാനത്ത് ഉപേക്ഷിച്ചതിന് ശേഷമായിരുന്നു പ്രതികൾ രക്ഷപ്പെട്ടത്. പോലീസിന്റെ പഴുതുടച്ച അന്വേഷണത്തിനൊടുവിലാണ് മൂവരും പിടിയിലാകുന്നത്. 1 വർഷം നീണ്ട ആസൂത്രണത്തിനും 1.5 മാസത്തെ അന്വേഷണത്തിനും ഒടുവിലാണ് ഇവർ ഓയൂരിൽ നിന്നും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. അമ്മ അനിതാകുമാരിക്കൊപ്പം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിയുകയായിരുന്നു അനുപമ. അച്ഛൻ പത്മകുമാർ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര.